അതിന് കാരണം ഇളയമ തന്നെയാണ്. ഓരോന്ന് ഉപദേശിച്ച് അവളുടെ മനസ്സ് മാറ്റി നിനക്കെതിരെ തിരിച്ചതാവാനാണ് സാധ്യത. അതെന്തിനെന്ന് ചോദിച്ചാ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കൂട്ടുകൂടി ചെയ്യാനുള്ളൊരു തന്ത്രം. അത്രേ ഉള്ളൂ. അല്ല, ഈ നന്ദനയ്ക്ക് പെട്ടെന്ന് മനംമാറ്റം ഉണ്ടാവാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? അത് ഒരു കാരണമുണ്ട്. പഴയ കല്യാണി അല്ല നീ. അല്ലെങ്കിൽ ഫേഷ്യൽ ചുണ്ണാമ്പ് മിക്സ് ചെയ്ത എന്റെ മുഖം പൊള്ളിക്കാൻ നീ ശ്രമിക്കില്ലായിരുന്നു. ആ കല്യാണി, നീ ഫോൺ വിളിച്ചു കഴിഞ്ഞെങ്കിൽ ആ ഫോണിങ്ങി തന്നേക്ക്. ഫേഷ്യലിന്റെ കാര്യം നീ മനഃപൂർവ്വം ചെയ്തല്ലാന്ന് നിനക്കറിയാം. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ പ്രയോജനം? പിന്നെ ഫോൺ വാങ്ങി വെച്ചത് അത് നിന്നെ വിളിക്കുന്നത് ഞാനാണോന്ന് അറിയാൻ വേണ്ടി തന്നെ ആയിരിക്കും. ചിലപ്പോ ഇതിനോടൊക്കെ അവരത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് അതല്ല വല്യുകുഞ്ഞെ. തൃച്ചംബരത്തുള്ള ആരും തന്നെ നമ്മുടെ ഈ ബന്ധം അംഗീകരിക്കില്ല. അനിയും കുഞ്ഞു മാത്രമാ നമുക്കിപ്പോ അനുകൂലമായിട്ട് നിൽക്കുന്നത്. നന്ദന മാഡം കാരണം ഏത് നിമിഷവും അനിയും കുഞ്ഞും നമുക്കെതിരാവാൻ സാധ്യതയുള്ളത് പോലൊരു തോന്നൽ. ഭാര്യമാരുടെ ചില ഉപദേശങ്ങൾ ഭർത്താക്കന്മാർക്ക് ചില സമയത്ത് അനുസരിക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം എന്റെ സംശയം മാത്രാട്ടോ. ഒരിക്കലുമില്ല. അവൻ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. മാത്രമല്ല, അവന് നന്ദനെ നന്നായിട്ട് അറിയാം. അരവിന്ദ് അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. കാരണം എനിക്ക് എന്നെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അവനെ അറിയാം. എന്നോട് ആലോചിക്കാതെ അവൻ ഒന്നും ചെയ്യേയില്ല. മാത്രമല്ല, നമ്മൾ ഒന്നാവണമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവന്. അതുകൊണ്ട് അങ്ങനെ ഒരു പേടി നിനക്ക് വേണ്ട. അരവിന്ദിനെ നിനക്ക് വിശ്വസിക്കാം. ശരി, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ മത്സരത്തിൽ ഞാൻ ജയിച്ച നമ്മുടെ കല്യാണം നടക്കുന്ന വല്യുകുഞ്ഞ് വിശ്വസിക്കുന്നുണ്ടോ? എന്താ സംശയം? ചാനലുകാർ അനൗൺസ് ചെയ്ത വിഷയമല്ലേ ഇത്. അത് അംഗീകരിക്കാതിരിക്കാൻ ഇനി ആർക്കും കഴിയില്ല. അതിനിപ്പോ വേണ്ടത് നീ ജയിക്കാന്നുള്ളതാണ്. ജയിക്കില്ല എന്റെ കെട്ടിയോളെ. ഞാൻ മരണാവസ്ഥയിലാണെങ്കിലും ഈ മത്സരം ജയിച്ചിട്ടേ ഞാൻ മരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കല്യാണം സ്വർഗത്തിലാവുന്ന ചുരുക്കം. ഇനിയുള്ള 7 ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാ വല്യുകുഞ്ഞെ, 7 ദിവസം പോയിട്ട് 7 നിമിഷം പോലും എനിക്ക് വല്യുകുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ല. എടി കെട്ടിയോളെ, നിന്റെ മനസ്സെനിക്ക് അറിഞ്ഞൂടെ? നിനക്കിപ്പോ ഡാൻസ് അക്കാഡമി പോയി ഒരാഴ്ച നിൽക്കാൻ മനസ്സില്ല. അതല്ലേ കാര്യം? ഞാൻ വെറുതെ പറഞ്ഞതല്ല വല്യുകുഞ്ഞെ. വല്യുകുഞ്ഞിനെ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും? സത്യമായ പ്രണയത്തിന്റെ മുമ്പിൽ കാലവും ദൂരവും ഒക്കെ തോറ്റുപോകുന്ന എനിക്ക് നന്നായിട്ടറിയാം. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. കെട്ടിയോളെ, നേരെ ഒരുപാട് വൈകി. ഇപ്പൊ തിരിച്ചാലേ 10 മണിക്ക് മുമ്പെങ്കിലും അവിടെ എത്തും. ഞാൻ വീണ്ടും ചോദിക്കുക, നിനക്ക് ജയിക്കുമെന്ന് ആത്മവിശ്വാസം ഉണ്ടല്ലോ അല്ലേ? ഇതുവരെ കല്യാണി ആരുടെയും കണ്ണ് നനച്ചൊന്നും നേടിയിട്ടില്ല. എന്റെ കണ്ണ് നിറച്ചെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ വല്യുകുഞ്ഞിന്റെ കാര്യത്തിൽ ഞാനതിന് തയ്യാറല്ല. ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് തിരിക്കാം.
അഖിലേ, എംപ്ലോയീസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് റിന്യൂ ചെയ്യേണ്ടത് ഈ മാസം. അത് ചെയ്യാൻ പറയണം. ടാക്സിന്റെ പേപ്പർ കൊടുക്കുമ്പോൾ റിലാക്സേഷൻ കിട്ടുന്ന. ഓ, അത് ശരിയാണല്ലോ. അത് മാത്രമല്ല, ആ ഫ്ലഡ് റിലീഫ് ഫണ്ട് കൂടി ശ്രദ്ധിക്കാൻ പറയണം ഓഡിറ്ററോട്. വലിയൊരു തുകയല്ലേ കൊടുത്തത്. ഇപ്പൊ തന്നെ മെയിലയക്കാം. പിന്നെ ആകുമ്പോ നമ്മളങ്ങ് വിട്ടു. ആഹാ, അത്ഭുതമാണല്ലോ രണ്ടുപേരും ഒരുമിച്ചെത്തിയത്. ഞങ്ങൾ ഇവിടെ വെച്ച ആന്റി കണ്ടത്. ഇരിക്കുന്നതിനെ മഹേഷ് ഇരിക്കുന്ന നാരായണനും സുഖം തന്നെയല്ലേ? അവരോട് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാൻ പറയണം കേട്ടോ. അതെങ്ങനെ എപ്പോഴും ടൂറല്ലേ? ദുബായി വെച്ച് സഹദേവേട്ടൻ കണ്ടിരുന്നു പറഞ്ഞു. ഇപ്പൊ നാട്ടിലുണ്ട്. നന്നായി. അരവിന്ദ്, അമ്മ ഇപ്പഴാ ഓർത്തത്. നീ ഒരു പേപ്പറിൽ ഒപ്പിടാനുണ്ട് കൃഷ്ണേട്ടാ. ഇതല്ലേ? ഏയ് നിർത്ത്. ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഏത് പേപ്പർ ആയാലും അതിൽ ഒപ്പ് വയ്ക്കുന്നതിന് മുൻപ് വായിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തണമെന്ന്. അത് അമ്മ ഒരു പേപ്പർ വരുമ്പോ ഒരമ്മയും ഇല്ല. ഒപ്പിടാനുള്ളത് വായിച്ചിട്ട് തന്നെ വേണം ഒപ്പിടാൻ. എന്താണെന്ന് നോക്കാതെ സൈൻ ചെയ്ത് കൊടുത്തതൊക്കെ എങ്ങനെയായി തീർന്നു എന്ന് നീ കണ്ടതല്ലേ? ആഹാ, ഇത് ഞാൻ MD സ്ഥാനം ഒഴിഞ്ഞ് ബ്രോയെ MD സ്ഥാനത്തിലേക്കാക്കാനുള്ള സമ്മതത്രമല്ലേ? നോക്കട്ടെ. തൽക്കാലം അരവിന്ദ് കുറച്ചാൽ ആനന്ദിനെ അസിസ്റ്റ് ചെയ്യട്ടെ. അരവിന്ദ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ആനന്ദിനോട് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അവൻ സമ്മതിച്ചു. അപ്പൊ നാളെ മുതൽ അരവിന്ദിന് കോട്ട് സൂട്ട് ഇട്ട് പോവണ്ടെന്ന് സാരം. അപ്പൊ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി. വിലാസിനി, ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ അങ്കിളെ? ഉണ്ട്. അരവിന്ദ് ഒറ്റയ്ക്ക് കമ്പനി നടത്തിക്കൊണ്ടു പോവാൻ പ്രാപ്തനായിട്ടില്ല. അങ്ങനെ പ്രാപ്തനായെന്ന് തോന്നുമ്പോ ആലോചിക്കാം. ഇങ്ങെടുക്കാൻ തന്നെ ഒപ്പിട്ട് കൊടുക്കട്ടെ. തലയിൽ നിന്ന് എന്തോ ഭാരം ഒഴിയുന്ന പോലെ. വേഗം എടുക്ക്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പേര് കണ്ടപ്പോ അത് ആനന്ദ് കൃഷ്ണന്റെ മാത്രം കമ്പനിയാണെന്ന് ഞാൻ കരുതിയില്ല. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന വീഴ്ചകളാണല്ലേ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ തിരിച്ചറിവുകളാകുന്നത്. നന്ദന, അരവിന്ദിന് MD ആയ എക്സ്പീരിയൻസ് കുറവാ. അതിന്റെ പ്രശ്നങ്ങളാ നമ്മളിപ്പോ അനുഭവിച്ചതൊക്കെ. ഓർമ്മയില്ലേ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയതും ഇപ്പൊ ഈ ബ്രാൻഡ് അംബാസഡർ മത്സരത്തിൽ സംഭവിച്ചതൊക്കെ? നീ കാര്യമറിയാതെ ഈ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെയല്ലേ ഉണ്ടാവുന്നത്? ആനന്ദ് MD ആയപ്പോ അവൻ എന്ത് എക്സ്പീരിയൻസാ ഉണ്ടായിരുന്നത്? അതുപോലെ ഇവനും വരില്ലേ? വിലാസിനി, നീ നിന്റെ കാര്യം നോക്ക്. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാതെ. ആന്റി, എല്ലാവരും സ്വന്തമാണെന്നൊക്കെ കരുതുമെങ്കിലും എല്ലാവർക്കും കാണും അവരവരുടേതായ സ്വകാര്യതയും സ്വാർത്ഥതയും ഒക്കെ. എല്ലാവരും അത് ഓർത്താ നന്നായിരിക്കും. നന്ദന, മനസ്സിലൊന്നു വെച്ച് പുറത്ത് വേറൊന്ന് സംസാരിക്കാതെ. മനസ്സിലുള്ളത് തുറന്ന് സംസാരിച്ചാൽ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുമെന്ന് നീ ഓർക്കണം. നന്ദന, നന്ദന, അവളതൊക്കെ പറയാമേ. ഞാനിത് ഒപ്പിട്ട് തരാം. വേണ്ട, ഒപ്പൊക്കെ പിന്നീട്. നീ ആദ്യം പോയി നന്ദനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ചെല്. അതല്ല പോകാം.
അതിനു മുമ്പ് ഞാനൊന്ന് ഒപ്പിടട്ടെ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? പോയി ആദ്യം നന്ദനെ സമാധാനിപ്പിക്കുക. പോടാ. എങ്ങനെയെങ്കിലും ഈ MD സ്ഥാനത്ത് മാറാന്ന് വെച്ചാ അതിനും അവള് സമ്മതിക്കില്ല. നന്ദനെ MD സ്ഥാനം തിരികെ ഏൽപ്പിച്ചുകൊണ്ടുള്ള സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തോ? നന്ദനെ നീ എന്ത് ഇങ്ങനെ? എങ്ങനെ? നന്ദനെ ആ MD സ്ഥാനം ഒരു മാസക്കാലത്തേക്ക് ബ്രോ ലീവ് എടുത്തപ്പോ ഞാൻ തൽക്കാലത്തേക്ക് ഏറ്റെടുത്തതല്ലേ. ആ സമയം കഴിയുമ്പോ തിരികെ ഒഴിയണ്ടേ? അതല്ലേ അതിന്റെ ശരി. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നീ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവാത്തെ? അരവിന്ദ്, ആ MD സ്ഥാനത്ത് നീ തുടർന്ന എന്തായിരുന്നു പ്രശ്നം? എന്താ ഈ ഒരു മാസക്കാലത്ത് കമ്പനി നടന്നില്ലേ? കൂട്ടിക്കെട്ടിയില്ലല്ലോ. അപ്പൊ അതൊന്നും അല്ല കാരണം. ആനന്ദ് കൃഷ്ണന് സർവാധിപത്യം കിട്ടണം. എന്നാലേ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് മനസ്സിന് തൃപ്തി വരത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നീ വെറും ഒരു പോൾ ജന്മം, ഓട്ടക്കാലണ. ഏത് പേരുകെട്ട തറവാട്ടിലും കാണും ഇതുപോലെ ഒരെണ്ണം. നന്ദനെ, അമ്മയുടെ അച്ഛന്റെ മുമ്പിൽ ഇവിടെ ആരും എതിർത്ത് സംസാരിക്കാറില്ല. നീ ഒന്നും പറഞ്ഞില്ല എന്ന നിന്റെ വാക്കുകൾക്ക് അല്പം കാഠിന്യം ഉണ്ടായിരുന്നു. അത് ചിലപ്പോ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. വാ നന്ദനെ, പോയിട്ടൊരു സോറി പറഞ്ഞിട്ട് വരാം. എന്തിനാ നന്ദനെ ഈ വാശിയൊക്കെ? ഈ വാശി തോൽപ്പിക്കുന്നത് നിന്നെ എന്നെയല്ല, നമ്മളെയാ. എന്നാ അരവിന്ദ് കേട്ടോ, ഈ കാര്യത്തിന് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയോട് ഞാൻ മാപ്പ് പറയില്ല. എനിക്ക് മനസ്സില്ല. നീ ഒന്ന് ആലോചിക്കാത്തത് എന്താ അരവിന്ദ്? ഇവിടെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് നീയാ. ജോലിയുടെ ആവശ്യവും നിനക്കാ. അതെന്താ അവര് ചിന്തിക്കാത്തത്? ഈ ത്യാഗവും സ്നേഹവും ഒക്കെ തൃച്ചംബരത്ത് അരവിന്ദ് കൃഷ്ണന്റെ മാത്രം കുത്തകയാണോ? നിന്നെ പോലൊരു പാഴ് ജന്മത്തിന്റെ കൂടെ ജീവിക്കാൻ എന്നെ കിട്ടില്ല. അതിന് നീ വേറെ ആളെ നോക്കിക്കോ. ഈ താടിയും മീശയൊക്കെ പുരുഷന്റെ അലങ്കാര വസ്തുവല്ല. തന്റെ ഇടത്തോടെ തീരുമാനം എടുക്കാൻ പറ്റണം. അപ്പോഴേ അവനെ ആണെന്ന് വിളിക്കൂ. അല്ലാത്തവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അത് ഞാൻ മനസ്സിൽ നിന്നെ 1000 തവണ വിളിച്ചു കഴിഞ്ഞു. അറിയോ നിനക്ക്? നിർത്തടി. ക്ഷമയുടെ ഇങ്ങേറ്റം വരെ നോക്കിയപ്പോ തിറകെ കയറിയിരുന്ന് കാക്കിച്ച് തുപ്പുന്നു നീ. നീ ഇനി ഇവിടെ നിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കേട്ട് നിക്കണം, അനുസരിച്ച് നിക്കണം. അല്ലെങ്കിൽ ഇറങ്ങിക്കോളണം കൂടും കിടക്കെടുത്തിട്ട് ഇപ്പോ ഈ നിമിഷം. എന്താ വിചാരിച്ചേ ഞാനിവിടെ എക്കാലത്തും ഉണ്ടാവുമെന്ന്? ഈ പെട്ടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ചു ദിവസമായി. എനിക്കറിയായിരുന്നു ഇങ്ങനൊരു നിമിഷം ഏത് സമയത്തും ഉണ്ടാവുമെന്ന്. എനിക്കിതൊരു ഹോട്ടൽ മുറി പോലെ തോന്നിയിട്ടുള്ളൂ, അന്നും ഇന്നും. കെട്ടിയിടുന്ന ബന്ധങ്ങളൊന്നുമില്ല എനിക്ക്. ഈ വരുന്നത് നോക്കി കാത്തിരുന്നത് യാത്ര പറയാൻ തന്നെയാ. ഗുഡ് ബൈ. നീയൊക്കെ മുറുകെ പിടിക്കുന്ന തൃച്ചംബരത്തെ പ്രൗഢിയും അന്തസ്സും ഒക്കെ കാറ്റിൽ പറക്കും.
തെക്കൻ കാറ്റും നോക്കി കാത്തിരുന്നോ നീ? തൃച്ചംബരത്തെ അരമന രഹസ്യങ്ങൾ നാട്ടുകാരെ മുഴുവൻ അറിയട്ടെ. എന്റെ തീരുമാനങ്ങൾ വക്കീൽ നോട്ടീസായി പറന്നെത്തിക്കോളും. കാത്തിരുന്നോ നീ? നന്ദനെ, സുജാത, മേഡം. ആ ഒരു കോഫി എടുക്ക. വല്ലാത്തൊരു തലവേദന കഷ്ടട്ടാ. കോഫി അടിക്കുമ്പോൾ മാറുമായിരിക്കും. ഏയ് നന്ദന, നിക്ക്. നീ എവിടെ പോകുന്നു രാത്രിയിൽ? ഞാൻ പോകുന്നു എന്റെ വീട്ടിലേക്ക്. ഇനി ഞാനിവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും എനിക്ക്. മോളെ, അതിനുവേണ്ടി ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ദേ വരുന്നു, ചോദിച്ചു നോക്ക്. അരവിന്ദ്, എന്തൊക്കെയാ ഇത്? അവള് പോട്ടെ അച്ഛ, ആരും തടയണ്ട. അവൾക്ക് ഈ തൃച്ചംബരത്ത് ശ്വാസം കിട്ടുന്നില്ല അത്ര. ഇനി അവളിവിടെ കിടന്ന് ശ്വാസം മുട്ടിച്ചാവണ്ട. മോളെ, ജീവിതത്തിൽ വലിയ തെറ്റിദ്ധാരണകളൊന്നും വരാൻ പാടില്ല. ചെറിയ ചെറിയ പരിഭവങ്ങളെ അപ്പപ്പോ തന്നെ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകണം. ഈ വാശികളൊക്കെ മായ്ച്ചു കളയണം. പരസ്പരം മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. ഇപ്പൊ എന്താണ് പ്രശ്നം മോളെ? അമ്മേ, എന്നെ പോലൊരു ഓട്ടക്കാലിനോടൊപ്പം ജീവിക്കാൻ അവൾക്ക് മനസ്സില്ലത്ര. മനസ്സിലായില്ലേ? എന്റെ യോഗ്യത അവൾക്ക് പോരാന്ന്. തൃച്ചംബരത്തെ കുട്ടികളുടെ യോഗ്യത എന്താണെന്ന് നാട്ടിലെല്ലാവർക്കും അറിയാം. നന്ദന, നിന്റെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചു തുടങ്ങിയോ? അല്ലെങ്കിൽ 10-20 തലമുറകൾക്ക് വെറുതെ ഇരുന്ന് കഴിക്കാനുള്ള സമ്പത്ത് ബാക്കിയുള്ള അരവിന്ദ് കൃഷ്ണനെ ഓട്ടക്കാലണയായി കാണില്ലല്ലോ നീ. പിന്നെ എന്റെ മോന്റെ യോഗ്യത, അത് അവനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കറിയാം. അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അല്ലാതെ നിന്നെപ്പോലെ അർഹിക്കാത്തത് പിറകെ നടന്ന് നേടിയെടുക്കാനും വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കാനും അവനറിയില്ല. ആരുടെയൊക്കെയോ ചരടൻ തുമ്പിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വെറും ഒരു മരപ്പാവയാ ഇവൻ. ആ പാവയുടെ കാലിൽ കെട്ടിയടന്ന് മറ്റൊരു മരപ്പാവയാവാൻ ഈ നന്ദനയ്ക്കാവില്ല. ആന്റി, എനിക്കുണ്ട് ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. ഞാനും ജീവനുള്ളൊരു മനുഷ്യ സ്ത്രീയാ. നന്ദന, നീ എല്ലാം മതിയാക്കി ഇറങ്ങിയതല്ലേ? ഇനി നിന്റെ കവലപ്രസംഗം ഒന്നും ഇവിടെ വേണ്ട. പോ, ഇറങ്ങി പോവാൻ. അരവിന്ദ്, എന്താ ഇതൊക്കെ? കണ്ടില്ലേ, ഞാൻ സംസാരിക്കുന്നത് വരെ ഇവന് ഭയവാ. മടുത്തു ആന്റി, മടുത്തു. ജീവിക്കാതെ മുന്നോട്ട് പോകുന്ന ജീവിതത്തെ എനിക്ക് ഭയവാ. അപ്പോ ഈ ബന്ധം ഒരു ധാരണയാവുന്ന കോള. അങ്ങനെ ഓരോന്നോരോന്നായി തകർന്നു വീഴണം. ജീവിക്കാതെ പോകുന്ന ജീവിതത്തെ ഭയമാണെന്നോ? വാട്ട് യു മീൻ? കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ തൃച്ചംബരത്തെ അരവിന്ദ് കൃഷ്ണൻ ഭാര്യയെ കൊണ്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പിടിയിച്ച കാര്യം ആർക്കും അറിയില്ലല്ലേ? ഉടമ്പടിയോ? എന്തുടമ്പടി? നന്ദന, നീ ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ട. അതെന്തുടമ്പടി? അത് പിന്നെ പറയാം. ഞങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധം ആനന്ദിന്റെ കല്യാണം കഴിഞ്ഞ് മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന്. അതുവരെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ദാമ്പത്യ ജീവിതം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊരു കരാർ. അത് കൊള്ളാലോ. എന്തു ആന്റി ഇപ്പൊ പറഞ്ഞത്? മനസ്സിലായില്ല എനിക്ക്. ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആന്റി. വിശേഷമില്ലേ? എന്തു പറ്റി? നല്ല ഗൈനക്കോളജിസ്റ്റിന്റെ പേര് പോലും നിർദ്ദേശിച്ചവരുണ്ട്.
ഇതിന്റെ പുറകെ നടന്ന കാലം മുതൽ ഇന്ന് ഈ നിമിഷം വരെ എന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അമ്മയാകാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകളുണ്ടോ? ഞാൻ ഇവന്റെ കൂടെ ജീവിക്കുന്നതിന് എന്തർത്ഥമാ ഉള്ളത്?